നമസ്കാരം, കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളം ജനനി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി വനിതാ രത്നങ്ങളെ ആദരിച്ചു. സാമൂഹിക പ്രവർത്തന രംഗത്ത് നിന്നും ജനനി വിമൻസ് സൊസൈറ്റി സ്ഥാപകയായ എൽ വസുമതി അമ്മ, ആയുർവേദ ചികിത്സാ രംഗത്ത് നിന്നും ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത്, ശ്രീധരിയം സംരംഭക രംഗത്ത് നിന്നും സുജ പ്രദീപ് എന്നിവരെയാണ് ആദരിച്ചത്. കൂത്താട്ടുകുളം ഹൗസിംഗ് സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ജനനി ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീജിത്ത് നാരായണൻ അധ്യക്ഷത വഹിച്ചു. കൂത്താട്ടുകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് NC വിജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. പവർ ഗ്രിഡ് കോർപ്പറേഷൻ റിട്ടയർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശരത് ചന്ദ്രൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് പ്രിൻസ് പോൾ ജോൺ, NSS വനിതാ സമാജം പ്രസിഡന്റ് സുധാ വിജയൻ, ശരത് ചന്ദ്രൻ നായർ എന്നിവരെ ആദരിക്കൽ നടത്തി. എൽ വസുമതി അമ്മ, ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത്, സുജ പ്രദീപ് എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി സംസാരിച്ചു. ഷാജി കണ്ണങ്കോട്ടിൽ, സുനീഷ് മണ്ണത്തൂർ, വിൽസൺ വേദാനി, PR വിജയകുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജനനി ഫൗണ്ടേഷൻ ഭാരവാഹികളായ പ്രദീപ് ഭാസ്കർ, രഞ്ജിത്ത് RP, അജിത് V ഗോവിന്ദ്, ചിപ്പി മനു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്കൊരു മാറ്റം ഉണ്ടാകാൻ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് പിടിച്ചു നീക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള പുരുഷന്മാർ മിക്കവരും വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരും ആ വരുമാനം അന്ന് വൈകുന്നേരം തന്നെ തീർക്കുകയും ചെയ്യുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും സ്ത്രീകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മൈക്രോ ഫിനാൻസ് പോലുള്ള സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കുടുംബശ്രീയിലൂടെയൊക്കെ വലിയ ലോണുകൾ കിട്ടിയപ്പോൾ ഇവരെല്ലാം ലോണുകൾ വാങ്ങിയെടുക്കുകയും കുറച്ച് വീട്ടിലെ ചെലവുകൾ നടക്കുകയും പുരുഷന്മാർ കൂടുതൽ ഉത്തരവാദിത്തമില്ലാത്തവരായി മാറിയത്. വലിയൊരു പണം അവർ സമ്പാദിക്കും, അത് അതേപടി ചെലവാക്കി തീരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇവർ ഓരോ ദിവസവും പുതിയ പുതിയ ലോണുകളിലേക്ക് പോകും. അപ്പോൾ നമ്മളൊരു ചെറിയ തൊഴിൽ കണ്ടെത്താൻ ഒരു മാർഗം തുറന്നു കൊടുത്താൽ ഒരു പക്ഷേ അതിൽ മാറ്റം ഉണ്ടാവുമെന്ന് കരുതിയാണ് ഇറങ്ങിയത്. പണ്ട് ന്യൂയോർക്കിലും ഫ്രാൻസിലും ഒക്കെയുള്ള സ്ത്രീകൾ അവരുടെ വേതനം ഉറപ്പാക്കാനും വോട്ടവകാശത്തിനും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെയൊരു അതിന് ആ ഒരു വോട്ടവകാശമൊക്കെ നേടിയെടുത്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇങ്ങനെ ഒരു വനിതാ ദിനം സംഘടിപ്പിച്ചത് എന്നൊക്കെ പറയുണ്ടായി. പക്ഷേ നമ്മുടെ ഭാരതീയ സംസ്കാര പ്രകാരം എത്ര നാര്യസ്തു പൂജ്യത്തെ രമന്തേ തത്ര ദേവത, നമ്മുടെ സംസ്കാരം അനുസരിച്ചിട്ട് സ്ത്രീകൾ പൂജിക്കുന്നിടത്ത് ഈശ്വരൻ സമൃദ്ധിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിശ്വാസം. പക്ഷേ അത് നമുക്ക് ഇന്നത്തെ കാലത്ത് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില ചടങ്ങുകൾ, ദിവസങ്ങൾ ഓർമ്മപ്പെടുത്താൻ ചില ദിവസങ്ങൾ വേണ്ടിവരുന്നു. ജനനി ഫൗണ്ടേഷൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ആദരവ് സംഘടിപ്പിക്കാൻ ശ്രമിച്ചതിന് ആദ്യം ശ്രീജിത്തിനെ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ വനിതകൾക്ക് വേണ്ടി വനിതകളെ ആദരിക്കുക എന്നുള്ളത് പുരുഷന്മാർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ആദ്യമായിട്ടായിരിക്കും. ഏതായാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സ്റ്റേജിൽ വരാനും ഇങ്ങനെ ഒരു രണ്ടു വാക്ക് സംസാരിക്കാനുള്ള ഒരു കരുത്ത് തന്നത് പ്രിയപ്പെട്ട വസ്തേച്ചിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് പറഞ്ഞ പോലെ അരങ്ങത്തേക്ക് എത്തിയില്ലെങ്കിലും അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊരു സഹായം എനിക്ക് ചെയ്യുന്നു വസ്തേച്ചിയാണ്. വസ്തേച്ചിയുടെ ഒരു വസ്തേച്ചിയുടെ നിർബന്ധം മൂലമാണ് ഞാൻ പല കാര്യങ്ങളിലും മുന്നോട്ട് ഇറങ്ങാൻ തയ്യാറായത്. ഏറ്റവും പ്രിയപ്പെട്ട ഇവിടെ കൂടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നവരെ, അവാർഡ് ജേതാക്കളെ, ഷാജേട്ടൻ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടില്ല സമൂഹത്തിൽ ഇപ്പോഴും സ്ത്രീകൾ മുന്നോട്ട് വന്നു. സ്ത്രീ ശാസ്ത്രീകരണം പൂർണ്ണമായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വനിതാ ദിനം പോലുള്ള പരിപാടികൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇവരുടെ ഉന്നമനവും ഇവരുടെ വികസന കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. അല്ലാത്തപ്പോൾ സ്ത്രീകളെ ഏറ്റവും മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത് സദസ്സിലേക്ക് എൻ്റെ സഹോദരന്മാരെ ഇന്നത്തെ വനിതാ ദിനത്തിന് ആദരിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരെല്ലാം ഓരോ രീതിയിൽ പ്രശസ്തരായവരാണ്. അപ്പോൾ അവരെ ആദരിക്കാൻ കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടിയ സന്തോഷിക്കുന്നു. എല്ലാവരും എല്ലാവരും വൈകിട്ട് സമ്മേളനത്തിന് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏകതാ സമ്മേളനം എല്ലാവരും ആദരിക്കുന്നു. നമസ്കാരം. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾ
നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.